ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചട്നി കൊണ്ട് ദോശയും ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ചട്നിയുടെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഇടത്തരം ഒരു സവാള, നന്നായി പഴുത്ത 3 ടൊമാറ്റോ, കട്ട് ചെയ്തെടുത്ത 6 അല്ലി വെളുത്തുള്ളി, 4 വറ്റൽമുളക് എന്നിവ ഒരു ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നതുവരെ വഴറ്റിയെടുക്കുക. വെള്ളം വറ്റി തുടങ്ങി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചട്നിയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു കളറായി വന്നു. നമ്മുടെ ടേസ്റ്റിയായ ചട്നി റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ദോശക്കല്ലിൽ എണ്ണ പുരട്ടി ചൂടാക്കുക. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. ഇതുപോലെ 2 സൈഡും വേവിച്ചെടുക്കാം. 1 സ്പൂൺ ചട്നി എടുത്ത് ദോശയുടെ മുകളിലായി ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഒരു സൈഡ് മടക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യത്തെ 1 ടൊമാറ്റോ ചട്നി ദോശ റെഡിയായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്തതും തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ളവയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ടൊമാറ്റോ ചട്നി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും സ്കൂൾ വരുന്ന സമയത്തും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതായിരിക്കും. എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.